ഇടുക്കി തൊങ്കമണിയിൽ വ്യാപാരശാലയിൽ വന്ന അഗ്നിബാധ 12-ൽ പരം ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. കല്ലുവിള പുത്തൻവീട്ടിൽ ജോയിയുടെ കല്ലുവിള സ്റ്റോഴ്സ് എന്ന സ്ഥാപനമാണ് അഗ്നിക്കിരയായത്. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ച് സമീപത്തെ കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. വിശദാംശങ്ങളുമായി ബിജു വൈശ്വരം ചേർന്നു. ബിജു, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? എന്താണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടാകാനുള്ള കാരണം? ഇതിനെ തങ്കമണി ടൗണിൽ ഇന്ന് പുലർച്ചെ 5:30 കൂടിയാണ് അഗ്നിബാധ ഉണ്ടായത് എന്നാണ് നിഗമനം. 5:50 കൂടി ആണ് രാവിലെ 10 കല്ലുവിള എന്ന കല്ലുവിള പുത്തൻവീട്ടിൽ ജോയിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് വ്യാപാരശാല. എടുത്തു പറയേണ്ടത് തങ്കമണിയുടെ ചരിത്രത്തോട് കൂട്ടി വായിക്കുവാൻ കഴിയുന്ന 6 പതിക്കേറെ പഴക്കമുള്ള വ്യാപാരശാലയും കെട്ടിടവുമാണ്. പഴയ ആർത്തുരുപ്പടികൾ കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയും ഓടുമേഞ്ഞ മേൽക്കൂര, മര ഉരുപ്പടികൾ കൊണ്ട് നിർമ്മിച്ച തട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനത്തിൽ പടർന്ന അഗ്നി വേഗം തന്നെ കടയ്ക്കുള്ളിൽ വ്യാപിച്ചു. എടുത്തു പറയേണ്ടത് കടയ്ക്കുള്ളിൽ ധാരാളം പാചക സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏകദേശം 12ഓളം സിലിണ്ടറുകൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറിച്ചത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്ന് തന്നെ തങ്കമണിക്കാർ അക്ഷരാർത്ഥത്തിൽ ചിന്തിച്ച ഒരു സമയമായിരുന്നു ഇന്ന് പുലർച്ചെ. ഈ സ്ഫോടനം കേട്ടാണ് പലരും ഉണർന്നത് തന്നെ. എന്നാലും രാവിലെ വലിയൊരു മഞ്ഞുള്ള മേഖലയാണ്. നമുക്കറിയാം, പൊതുവെ മഞ്ഞാണ്. അതുകൊണ്ട് തന്നെ റോഡ് കാണുവാൻ പോലും കഴിയാത്ത രീതിയിൽ, പരസ്പരം ആളെ കാണുവാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു നമ്മുടെ കാലാവസ്ഥ. ഇതിനിടയിലാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ആദ്യം എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിൽ നിന്നും ഏകദേശം 200 മീറ്റർ പോലും ദൂരത്തിലല്ല തങ്കമണി പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത വ്യാപാരശാലകൾ ഒരുപാടുണ്ട്. എന്നാണെങ്കിലും ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ഓടിച്ചേർന്നു. ഈ സിലിണ്ടറുകൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറിച്ചതോടുകൂടി തീ അണയ്ക്കുവാൻ അടുക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം. തൊട്ടടുത്ത ജലസ്രോതസ്സുകളിൽ നിന്നും വാഹനത്തിൽ വെള്ളം എത്തിച്ച നാട്ടുകാർ ഒക്കെ ഉൾപ്പെടെയുള്ളവർ തീ അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ അങ്ങോട്ട് അടുക്കാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞ പോലെ ഒന്നിനു പുറകെ ഒന്നായി ഈ അങ്ങ് അന്തരീക്ഷത്തിലേക്ക് വലിയ രീതിയിൽ ഉയരുന്നത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. തുടർന്ന് ഇടുക്കി ഫയർഫോഴ്സ് എത്തി. അതിന് ശേഷമാണ് അല്പം ഇത് ഒരു യൂണിറ്റ് കൊണ്ട് ഒന്നും ആകുമായിരുന്നില്ല. തൊട്ടുപുറകെ കട്ടപ്പന ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. 2 യൂണിറ്റുകളും വന്ന കഠിന പരിശ്രമത്തിനൊടുവിലാണ് നമുക്ക് തീ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചത്. ആളമായ അല്ലെങ്കിൽ മറ്റു പരിക്കുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. എടുത്തു പറയേണ്ടത് ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതോടുകൂടി വ്യാപാരശാലകൾ എടുത്തു പറയേണ്ടത് തൊട്ടടുത്തുള്ള JNS സ്റ്റോഴ്സാണ്. ഓപ്പോസിറ്റ് ബ്യൂട്ടി സ്പോട്ടുണ്ട്. അതിന് തൊട്ട് അടുത്ത എതിർവശത്തായിട്ട് കഞ്ഞിടനാമത്തിന്റെ ഒരു ബിൽഡിങ്, ഒരു ബഹുനില 3 നില മന്ദിരമാണ്. ഈ സ്ഫോടനത്തിൽ തെറിച്ച ചില്ലുകളും ഗ്യാസിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ തെളിച്ച് തൊട്ടടുത്ത ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ബിൽഡിങ്ങിന്റെ ചില്ലുകളടക്കം തകർന്നു, ബോർഡുകൾ തകർന്നു. അങ്ങനെ അതായത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് തൊട്ടടുത്ത് ഒരുപാട് ദൂരം വീടിന്റെ മുറ്റത്തൊക്കെയാണ് ഇതിന്റെ അവശിഷ്ടങ്ങൾ പോയി വീണത് എന്നുള്ളതാണ്. വ്യാപാരശാലകളില് ആദ്യത്തെ 1-2 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ തെറിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കെട്ടിടത്തിന് ഒരുപാട് പഴക്കം, 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. തങ്കമണി ടൗണിൽ ഇന്ന് ഉള്ളതിൽ പഴയ കുടിയേറ്റ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പഴക്കമുള്ള വ്യാപാരശാല. എടുത്തു പറയേണ്ടത് അന്ന് മുതൽ ഇന്ന് വരെ ഒരേ ആളുടെ തന്നെ സ്ഥാപനമാണ്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു സ്ഥാപനം കൊണ്ട് തന്നെ ഉപജീവന മാർഗം നടത്തിയിരുന്ന ആളാണ് ജോയിയുടെ പിതാവ് കോശി പാരമ്പര്യമായി നടത്തിയിരുന്ന കച്ചവട സ്ഥാപനമായിരുന്നു ഇത്. ജനക്കാർക്ക് എന്ന് മാത്രമല്ല, ഇടുക്കി ജില്ലയിൽ പോലും കോശിക്കട എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. കാരണം പണ്ട് കാലത്ത് കാളവണ്ടി യുഗത്തിൽ ഈ നാട്ടിലെ കാളവണ്ടി സർവീസ് നടത്തിയിരുന്ന കോശിപ്പാപ്പൻ്റെതായിരുന്നു കട. എടുത്തു പറയുന്നത് ഈ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതോടുകൂടി മേൽക്കൂര തകർന്നു വീണു എന്നുള്ളതാണ്. മേൽക്കൂര തകർന്നു വീഴുന്നതിനൊപ്പം ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങൾ ഇതുവരെ ലക്ഷക്കണക്കിന് രൂപയിൽ സ്ഥാപനങ്ങൾ പൂർണ്ണമായും കത്തിച്ചാമ്പലായി പോയി എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ അതാണ്